അത്യാവശ്യം ഇവിടെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് എനിക്കിപ്പം എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരാളില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് അനീഷ് ചേട്ടന് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള പോലെയും. പക്ഷെ അതൊന്നും ഞാനൊരു ബിഗ് ബോസ് പ്രേക്ഷകയാണ്. അതുകൊണ്ട് തന്നെ സാബുമാൻ ഇങ്ങനെ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് ഡുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ശരിക്കും ഡുവൽ പേഴ്സണാലിറ്റി മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊന്നും അല്ല അതിൻ്റെ കറക്റ്റ് ടേം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ന്യൂ ടേം കുറച്ച് വർഷങ്ങളായിട്ടുള്ള ടേം എന്ന് പറയുന്നത് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ സൈക്കോളജിക്കൽ ടേം എന്ന് പറയുന്നത്. സോ നമുക്ക് മണിച്ചിത്രത്താഴ്, അന്യൻ പോലത്തെ സിനിമകൾ ഉള്ളതുകൊണ്ട് ഒരു പ്രേതം ശരീരത്തിൽ കയറിയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ആളുകൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ വന്ന ഭയങ്കരമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത അത്രയും ട്രോമറ്റൈസിങ് ഇവന്റ് ലൈഫിൽ സംഭവിക്കുമ്പം ആളുകൾ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നതാണ് ഈ ഒരു ഡിഡ് എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത്. ഇത്രയും സഹിക്കാൻ പറ്റാത്ത ട്രോമറ്റൈസിങ് ഇവന്റ്, അത്രയും വലിയ ഇവന്റ്, അത്രയും വലിയ ട്രോമറ്റൈസിങ് ഇവന്റ് ആളുകൾക്ക് സംഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു ഡിഡ് എന്ന് പറയുന്ന അസുഖം റെയർ ആണ് എന്നും കൂടെ പറയുന്നത്. സോ ഒരു പേഴ്സണാലിറ്റി ഉള്ള സമയത്ത് മറ്റൊരു പേഴ്സണാലിറ്റിയും കൂടി എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇത് റിയൽ ആണ്. ഈ ഒരു പേഴ്സണാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു പേഴ്സണാലിറ്റി നമ്മളെ ഉള്ളിലുണ്ട് എന്നുള്ളത് പോലും ആ പേഷ്യന്റിന് മനസ്സിലാവുന്നുണ്ടാവില്ല. അയാൾ അതിനെക്കുറിച്ച് ക്ലൂലെസ് ആയിരിക്കും. അയാൾ വിശ്വസിക്കുന്നത് ഇപ്പം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണാലിറ്റിയാണ് അയാളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി, അത് മാത്രമേ ഉള്ളൂ എന്നാണ് അയാൾ വിശ്വസിക്കുക. പക്ഷെ അയാൾ പോലും അറിയാതെ അയാളുടെ ഉള്ളിലുള്ള മറ്റൊരു പേഴ്സണാലിറ്റി കൂടെ ചില സാഹചര്യങ്ങളിൽ പുറത്തു വരുന്നതായിട്ട് നമുക്ക് ഇത്തരത്തിൽ അസുഖമുള്ള ആളുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ ആ പേഴ്സണാലിറ്റിയിൽ അയാൾ നിന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വേറെ തന്നെ ജസ്റ്റേഴ്സ്, മാനറിസംസ്, അതുപോലെ തന്നെ സൗണ്ട് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ്, അങ്ങനെ വേറെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഹ്യൂമൺ ആയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിരിക്കും അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒറ്റൊരു സ്പാനിൽ ഗംഗ എന്നങ്ങൾ പറയുമ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി മാറി മറ്റതിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ അല്ല. സ്ലോലി ജെന്റ്ലി അറിയാത്ത രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് ഇയാൾ ഇതിലേക്ക് മാറുന്നുണ്ടാവുക. പക്ഷെ വൺസ് ഫുള്ളി അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർലി മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ഡിഡ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ. ദിസ് ഇസ് റെയർ ബട്ട് ഓൾസോ റിയൽ.